ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:30 ആവാനായി. ചായയൊക്കെ കുടിച്ചു, വെള്ളം രാവിലെ തന്നെ വണ്ടി കിടക്കുന്ന അവിടെയാണ്. നമ്മൾ സാധാരണ ഇവിടെ നിന്നാണ് എടുത്ത് പോക്കല്ലേ. ഇന്നലെ മഴ പെയ്തിട്ട് നമ്മുടെ വണ്ടീൻ്റെ ബോഡിയൊക്കെ ഫുള്ളായിട്ട് ചെളിയാണ്. അപ്പോൾ വണ്ടി അങ്ങനെ ഇവിടെ എത്തി വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ചിന്നുവിൻ്റെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അങ്ങനെയാണ് വണ്ടിനെ ഞാൻ ഇവിടേക്ക് എത്തിക്കുന്നത്. ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് ഞങ്ങൾ ടൗണിലേക്ക് പോയിട്ട്, അതായത് സ്കാനിങ് സെന്ററിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ പോകുന്നത് മലപ്പുറത്തേക്ക്. നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അവൻ മലപ്പുറത്തേക്ക് പോകുന്നത് വെച്ച് വിളിച്ചിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി, അവൻ്റെ ആ ട്രിപ്പ് എടുക്കാമെന്ന് കരുതി. രാവിലെ തന്നെ നമുക്ക് നല്ല ഓട്ടമാണ്. അവന് വിളിച്ച് നോക്കണം, ടൗണിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവന് വിളിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നലത്തെ ബാറ്ററി, പ്രൈവറ്റ് വണ്ടിൻ്റെ ബാറ്ററി തന്നെയാണ് ഇപ്പോഴും വണ്ടിമേ കിടക്കുന്നത്. സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഇന്നും കൂടി ഓടിയിട്ട് മുഴുവനായി. ഇന്നലെ നമ്മൾ അധികം ഓടിയിട്ടില്ലല്ലോ, ഇന്ന് കൂടുതലായിട്ട് ഓടിയിട്ട് നമുക്ക് അങ്ങനെ നിർത്താം. ഓക്കെ, ഞാൻ അങ്ങാടിയിൽ എത്തിക്കണ്. അപ്പൊ അവനെ വിളിച്ചു നോക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ ഇവിടെ അല്ല, ടൗണിലല്ല, ടൗണിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ അകലെ അവന്റെ നാട്ടിലാണെന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. നമുക്ക് പോവേണ്ടിരുന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണോ നിൽക്കുന്നത്. അവിടെ പോയി അവനെടുത്ത് റിട്ടേൺ വന്ന് പോകണം. നമ്മള് മലപ്പുറത്തേക്ക് ഇവിടുന്ന് 19 കിലോമീറ്റർ ആ റേഞ്ചൊക്കെയാണ്. ഓന് പോകേണ്ടത് മലപ്പുറത്തേക്ക് ആവില്ല. എന്താണ് അങ്ങോട്ടുള്ള സ്ഥലപ്പേര് ഞാൻ മാറും. ഇവിടെ എവിടെയോ ആണ് അവന്റെ വീട്, പക്ഷെ ഞാൻ അവന്റെ വീട് കണ്ടില്ല. അത് ഇവിടെ എവിടെയോ റോട്ടിൽ നിൽക്കാന്നാ പറഞ്ഞത്. റോട്ടില് ഇവിടെ എവിടെ അവനെ കാണാനില്ല. വിളിക്കാൻ വേണമെങ്കിൽ, പക്ഷെ എന്നാലും നമുക്ക് റോട്ടിൽ അവൻ ഉണ്ടാവും എന്ന് പറഞ്ഞോണ്ടേ നമ്മൾ കറക്റ്റ് ആ പോയിന്റൊക്കെ എത്തിയിട്ടില്ല. എത്തുന്നതേ ഉള്ളൂ. സഫ്വാനാണ്. നമ്മളിതിന് മുമ്പ് ഒരു വട്ടം മലപ്പുറത്തേക്ക് നമുക്ക് ട്രിപ്പൊക്കെ തന്ന് ഞങ്ങളന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ പോയിരുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പറച്ചയിലെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ, ആ സഫ്വാനാണ്. അവിടെ ആ ഷർട്ടിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇവർക്കൊരു ഷർട്ട് ഉണ്ട്. ആ ഷർട്ടിന്റെ ഇരിപ്പൊന്നും ഉണ്ടാകാം. ഷർട്ട് വരുമ്പോഴേ നമ്മളെ പോവാ. നിങ്ങളെ പാടിയാണല്ലേ, കൊള്ളാട്ടോ. ചേകമാരെ സമയം 10:45 10:45 ഞങ്ങൾ മലപ്പുറം ടൗണിലുണ്ട്. മലപ്പുറം ടൗണിൽ കൂടെ ഞാൻ നടക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു ബാങ്കിലേക്ക് വന്നതാട്ടോ. ബാങ്കിലേക്കാണ് വന്നത്. മലപ്പുറം ടൗണിലൊക്കെ ഓട്ടോറിക്ഷക്കാരൊക്കെ കിടക്കനെയാട്ടോ. KSRTC സ്റ്റാൻഡ്. മലപ്പുറത്ത് ആകെ മാറിപ്പോയല്ലോ. ഇതല്ല ഞാൻ കണ്ട മലപ്പുറം പറഞ്ഞല്ലേ. നമ്മൾ പെരിന്തൽമണ്ണ റോഡിനല്ലേ, നമ്മൾ ഈ റോഡല്ലേ, പെരിന്തൽമണ്ണ റോഡ്. ഇവിടെ ഇയാളുടെ വെച്ചാണ് കാനറ ബാങ്ക്. അവിടെ കുറെ ഉണ്ടോ കാനറ ബാങ്ക്? ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു. എല്ലാ ടൗണിലും ഒരു ഗൂഗിൾ മാപ്പ് പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. എന്ത് ചോദിച്ചാലും ഉത്തരം ഉണ്ടാവും ടൗണില്. ഇവിടെ അടുത്ത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്തൽമണ്ണ റോട്ടിന് കയറിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാനറ ബാങ്ക് അവിടെയാണ്. അങ്ങനെയെങ്കിലും ഓൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടൂരിലേക്ക് പോവാം. നമ്മൾക്ക് മൊത്തം 50, 5, 3, 32, 33 കിലോമീറ്ററാണ് വന്നിട്ടുള്ളത്. 33 കിലോമീറ്ററിന് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. 33 × 30 അതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1000ൻ്റെ മേലെ പോവാൻ സാധ്യത ഉണ്ടല്ലേ. 33 × 30 990 അതാണ് വരിക. പക്ഷേങ്കിൽ നമുക്കതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്ക് ഇതിൽ കാണിക്കുന്നത് 997. 6 രൂപ മേടിക്കാൻ നമ്മളിവിടെ വെയിറ്റ് ചെയ്യല്ലേ. മേടിക്കാറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടാണ്. ഓനോട് പറഞ്ഞു നോക്കാം. ചെങ്ങന്മാരെ സമയം 1:40. ഞാൻ സഫ്വാന് കയറി കൊടുത്ത് ഓൻ ഇറക്കിയിട്ടാണ് ഞാൻ വരുന്നത്. എന്താ പറയാ, ചെക്കൻ ചെറിയ രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഒപ്പം പഠിച്ചതിനെയാണ്. ഇപ്പൊ തിരക്കില്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്ന ആളാണ്. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ അവന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സംഭവം ചെയ്യാണ്ടായതുകൊണ്ട് മലപ്പുറത്തേക്ക് നമ്മൾ പലവട്ടം അങ്ങനെ പോകാറുണ്ട്. അവൻ്റെ പൈസ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അപ്പൊ ഇന്നും തന്നെ അങ്ങനെ പോയതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു 1000 രൂപ ഓന് എനിക്ക് വാടകയായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഓനോട് കണക്ക് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്നാൽ പോലും ഓന് വീഡിയോ കാണും. ഓൻ വീഡിയോ കാണുമ്പോൾ ഞാൻ അവനോട് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത് നേരിൽ കാണുമ്പോൾ എന്നോട് പറയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവനോട് കൃത്യമായിട്ടുള്ള വാടക പറഞ്ഞു. അപ്പൊ അവനത് തരുകയും ചെയ്തു. അവനത് വിഷയമൊന്നുമില്ല, വിഷയമില്ലാത്ത ആളാണ്.
ഇനിയിപ്പോ ഞാൻ ആദ്യം ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. നമ്മൾ ഈ ഒരു നേരത്ത് 1:40 എന്ന് പറഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ 1000 അല്ല, ഒരു 1050 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടാവും. കാരണം അവനെ കൊണ്ടുപോകുമ്പോൾ ഒരു സുഖം എന്താ പറയുക നിങ്ങൾക്ക്, ആളുകൾ വഴി നിന്ന് കൈ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ കയറ്റാൻ വേണ്ടിയിട്ട് പറയും, കയറ്റിക്കോ, കിട്ടുന്നത് വാങ്ങിക്കോ, 10 ആണെങ്കിൽ 10 അനക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു മൈൻഡുള്ള ആളാണ് അവൻ, നമ്മളേക്കനാണ്. അപ്പൊ അങ്ങനെ കയറ്റിയാണ്ട് 10-50 റുപ്യ ആയിട്ടുണ്ട് തോന്നുന്നു. അധികമൊന്നും കയറ്റിയില്ല, കാരണം നമുക്ക് അവന് ഫ്രീഡം കൊടുക്കാം. ഒരുപാട് പേരെ വണ്ടി കയറ്റാൻ വേണ്ടി പറ്റില്ല. അവൻ പറഞ്ഞാലും നമ്മളൊരു താങ്ങൽ വേണ്ടേ. എന്നാൽ പോലും ഞാൻ ഇനി നേരെ വീട്ടിലേക്കാണ്. വേറെ പിന്നെ സ്റ്റാൻഡിൽ പോയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2-2:30 ആകുമ്പോഴേക്ക് ഇറങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരു 3 മണി. എന്തായാലും നമ്മളിപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ ഓക്കെയാണ്. വീട്ടിലാണെന്ന് രാവിലെ കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു ചിക്കനും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി. ചേങ്ങൈമാരെ, ഉച്ചക്ക് നമ്മൾ ചോറിനാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ. ഇപ്പം സമയം കേൾക്കണമെങ്കിൽ 5:15. ഉറങ്ങിയാണ്. ഉറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. അവൾ പിന്നെ 1-2 വട്ടം വിളിച്ചൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും അങ്ങോട്ട് പൊന്തിയില്ല. ഞാൻ ഉറക്കന്നെ കണ്ടിന്യൂ ചെയ്തു. 5:15 ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നല്ല കുട്ടിയായിട്ട് കുഴപ്പമൊന്നുമില്ല. 5:15 ഇറങ്ങി മതി. ഞാൻ ചോറിനാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ 2:20 വീട്ടിലേക്ക് ചോറിനാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അതുവരെ എനിക്ക് വേറെ 2 ലോക്കൽ കൂടി കിട്ടി. അത് ഫോൺ ട്രിപ്പിലായിരുന്നു. ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ 1120 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ടാവും. അപ്പൊ ആ കണക്കടക്കട്ടെ, ഉച്ചയ്ക്ക് ശേഷത്തെ നോക്കാം. ഏതായാലും ഇപ്പൊ വൈകുന്നേരം സമയമാണ്. ഇപ്പൊ പാലത്തങ്ങളിലൊക്കെ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് കുട്ടികൾ ഇതാ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട്. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ. റോട്ടിലൊക്കെ വെള്ളം കൂടിയതാണ്. ഞങ്ങള് നൈസായിട്ട് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഞാൻ നിർത്തുന്നില്ല, ഞാൻ നൈസായിട്ട് വിട്ടു നോക്കട്ടെ. റോട്ടിൽ ഇന്നലെ നമ്മൾ ആ മരം എടുത്തതൊക്കെ ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചെളിയിൽ കളിക്കേണ്ടി വരും. കാരണം അത്രാണ്ട് വെള്ളമായി ചെളിയായി. ഇന്നലെ രാത്രി നല്ല മഴയല്ലേ. അങ്ങാടിയിൽ നല്ല ബ്ലോക്ക്, വണ്ടികളാണെങ്കിൽ ധാരാളമായിട്ടുണ്ട്. നമ്മൾ നിർത്തുന്നത് ഒരു 14-15 വണ്ടിയൊക്കെ ആയിട്ട്, 14-15 ആയിട്ടാണ് നമ്മൾ നിർത്തുന്നത് കേട്ടോ. ചെങ്ങന്മാരെ 5:50 മുന്നിൽ നിൽക്കുകയാണ്. ഒരു ലോക്കൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് പോവാമായിരുന്നു. ലോക്കൽ തന്നെ ഉള്ളു ഉണ്ടാവുക. ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. 6 മണിയാകാനായി. വല്ലാത്ത ജാതി ഉറക്കായി പോയി. ഞാനിപ്പോൾ അതാ ആലോചിക്കുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റത്തെ ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് ഒരു 40 രൂപയുടെ ട്രിപ്പാണ്. അതാണെങ്കിൽ ഒരു ഇടവഴിയിലൂടെയുള്ള കളിയാണ്. ഒരു ഇടവഴി ട്രിപ്പായിരുന്നു കിട്ടിയത്. 2 കിലോമീറ്റർ ദൂരത്തിനടുത്തേക്കുള്ളൂ. എനിക്കെന്നെ കൺഫ്യൂഷനായി, ഇത് എത്രയാണ് മേടിക്കല്. ചിലപ്പോ 30-35 എന്നുള്ളൊരു കണക്കിലും ചില നാടുകളിൽ വാങ്ങിക്കും. അപ്പൊ ഞാൻ ചോദിച്ചാ അവിടെ നിങ്ങൾ എത്ര കൊടുക്കല്. അപ്പൊ ഒരു കാരണം നമ്മൾ 40 കൊടുക്കലുണ്ടോ. അത് തന്നെ ഓക്കെ. മറ്റേ ഞാനിപ്പോ അതില് 40 ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് 40 കൊടുക്കലുണ്ടാവില്ല. അപ്പൊ പിന്നെ 30 കൊടുക്കല് കാരണം വെറുതെ. ഒരു 30 പറയണെങ്കിൽ ഓക്കെ, 30. 5 ഉറുപ്പിന്റെ ഒരു വിഷയമേ വരുന്നുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ വെറുതെ പിന്നെ ഓര് തന്നെ പറഞ്ഞു 40 കൊടുക്കലുണ്ട് കേട്ടോ. ഒരു 2-3 ട്രിപ്പ് ഒന്ന് കൂട്ടി കുളത്തിക്കണമെങ്കിൽ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കൂലി ഒത്തതാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മള് ഇത്രയും നേരം ഉറങ്ങിയതും. ഞാൻ അങ്ങനെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല. ഉച്ചയ്ക്ക് ചില ദിവസം ഇതേപോലെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീക്കൂല. ഞാൻ നല്ല ഉറക്കം. നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മള് പോവുമായിരുന്നു. റിട്ടേൺ പോയപ്പോ ഈ ചാക്ക് പിടിച്ചിരിക്കണ അച്ഛണ്ടല്ലോ, അദ്ദേഹം കൈ കാട്ടിയിട്ട് പോയിച്ചു. അപ്പൊ അങ്ങനെ നമ്മള് ചെറുകോട് എന്ന് പറയുന്ന ടൗണിലേക്ക് വന്നേക്കുവാണ്. ചെറുകോട് എന്ന് പറയുന്നത് വണ്ടൂരിൽ നിന്നും 4 കിലോമീറ്റർ. ഇവിടേക്ക് ഞങ്ങള് 90 രൂപയാണ് മേടിക്കാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാനനുസരിച്ച് ചാർജിൽ മാറ്റവും വരും. ഏതായാലും നമ്മൾക്കൊരു 60 കൂടി കിട്ടി. 4-4 6 100 രൂപയായി. കണ്ടോ, ഇതാണ് കൂട്ടിക്കുളത്തലിന്റെ ഒരു ഗുണം. സ്റ്റാൻഡിക്ക് പോലും എത്തിയിട്ടില്ല. പിന്നെ അടുത്ത ട്രിപ്പ് അല്ലെങ്കിൽ മടക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എവിടുന്നേലും കിട്ടു നോക്കാം. ഞാനിപ്പോ അവിടെ ഒരു ബായി ഉണ്ടായിരുന്നു, ബൈ കാണിച്ചു, വണ്ടൂർക്കാണ്. പക്ഷെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇപ്പൊ കയറ്റി കഴിഞ്ഞാല് എനിക്ക് ഒരു എന്താ പറയാ ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മുന്നിൽ ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടൂല. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്.
ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് തന്നെ കാലാവസ്ഥേന്റെ കാര്യത്തിൽ വളരെ മൂടിക്കെട്ടിയ കാലാവസ്ഥയും അതുപോലെ തന്നെ തണുത്ത ക്ലൈമറ്റും ആയിരുന്നു. ഇപ്പൊ പോലും നല്ല രീതിയിലൊരു മേഡിൽ ലെവൽ തണുപ്പ് ഇങ്ങനെ കയറുന്നുണ്ട്. ഞാൻ ആ മലപ്പുറത്ത് പോയ ടൈമിലൊക്കെ ആ ഒരു ഭാഗം വരെ മലപ്പുറം എത്തുന്നത് വരെയൊക്കെ എന്തായാലും ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അതായത് വണ്ടൂരിൽ 10-30 കിലോമീറ്റർ അകലെയാണ് മലപ്പുറം. അപ്പൊ അത്രയും ദൂരം അതേ ഒരു കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇന്നലെ മഴ അത് എല്ലായിടത്തും പെയ്തിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്ത് പോയപ്പോൾ അവിടെയും പെയ്തിട്ടുണ്ട് എന്നാണ് കണ്ടപ്പോൾ മനസ്സിലായത്. ഇന്നും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് മഴയിലെ കളികളാണ്, മഴക്കളി. എനിക്ക് നേരത്തെ ഞാൻ മടങ്ങി പോയപ്പോ ഒന്നും കിട്ടിയില്ല. ആ ഒരു ബായിനെ കയറ്റിയാൽ 10 റുപ്യയിലും കിട്ടിയിരുന്നു. അപ്പൊ ഒന്നും കിട്ടാതെയാണ് നമ്മൾ അങ്ങാടിയിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഉള്ളത് വാണിയമ്പലത്താണ്. വാണിയമ്പലത്ത് ഇപ്പൊ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഗേറ്റ് അടവാ. അപ്പത്തിന് നമുക്ക് അപ്പുറത്ത് കിടക്കാം. 15 മിനിറ്റ് അല്ല, വേഗം ടൈമുണ്ട്. 6:36 ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് ഒരു 80 റുപ്യന്റെ ട്രിപ്പ്, നാട്ടിൽ ഒരു 30 റുപ്യന്റെ ട്രിപ്പും കിട്ടി. അങ്ങനെയെങ്കിൽ 210 രൂപയ്ക്ക് ഇപ്പൊ നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ ചെങ്ങായിമാരെ. ഞാൻ ഇന്നത്തെ കളി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ സമയം 8:20 സ്റ്റാൻഡിൽ എത്രമാനം നേരം ഇരുന്നിട്ടാണ് ഇപ്പൊ ഒരു ലോക്കൽ കിട്ടിയത് അറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഉച്ച വരെ ഒരു 1100 പിടിച്ചു. ഉച്ചക്ക് ശേഷം ഇപ്പൊ ഒരു 320 രൂപ പിടിച്ചു. അങ്ങനെയെങ്കിൽ അപ്പൊ 1420 രൂപയ്ക്ക് നമ്മളൊന്ന് ഓടിയത്. ഞാൻ ഈ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പക്ഷെങ്കിൽ അങ്ങാടിയിൽ നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ പിന്നെ നാട്ടിൽ പോയിട്ട് പാലത്തേക്കിട്ട് കുറച്ചു നേരം ചെക്കന്മാരോട് സംസാരിച്ചൊക്കെ അങ്ങനെ. നാളെ ഞങ്ങൾക്ക് കളിയുണ്ട്. നമ്മളുടെ ഒരു കളി നമ്മള് ഒരു ടീമിനെ, ഞങ്ങളുടെ ബി ടീമായിരുന്നു അത്, ബി ടീമിനെ ഇറക്കി നമ്മൾ തോറ്റുപോയി. 3-0 നമ്മൾ തോറ്റത്. വമ്പൻ തോൽവിയാണോ അത്. അപ്പൊ ആ ഒരു തോൽവി ഞങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു അവസരം കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഒരു ടീമും കൂടി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ എ ടീമിനെ വെച്ച് കളിപ്പിക്കുകയാണ് നാളത്തെ കളി. പൂട്ടി പറഞ്ഞ കളിക്കാരൻ ഓലെ വെച്ച് ഞങ്ങൾ ഒരു കളി കളിച്ചു. ആ കളി ഞങ്ങൾ ജയിച്ചു. ആ കളി ഞായറാഴ്ച അല്ല, ശനിയാഴ്ച എന്ന് തോന്നുന്നു. അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ജയിച്ചതാണ്. ഞങ്ങളുടെ സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് നാളെയാണ്. മറ്റും തന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലാണ് ആ കളിയിൽ തന്നെ പൊട്ടിയുന്നത്. ഫസ്റ്റത്തെ ടീം ബി ടീം പൊട്ടിയുന്നത്. എ ടീം എന്താവും എന്നുള്ളത് നോക്കാം നമുക്ക്. നാളെ പൊട്ടാൻ വേണ്ടി പാടില്ല. നാളെ നമ്മുടെ പ്രസ്റ്റേജ് ഇഷ്യൂടെ എന്താ സംഭവിക്കാറില്ല. തോൽവി ജയൊക്കെ സംഭവം അതുണ്ടാവും. എന്നാലും മാക്സിമം ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചെക്കന്മാരെല്ലാം ബൂസ്റ്റ് ചെയ്ത് വേണം ഇറക്കാം. കിടക്കേ എന്താ പറയാ, വീട്ടിലാണ്. അച്ഛമ്മ ഇവിടെ അല്ല. അച്ഛമ്മ ടൂർ പോയി കൊടൈക്കനാലിക്ക് അല്ലേ. അച്ഛമ്മ പോണ്ട. ആര് കരഞ്ഞോ? അപ്പോൾ വീട്ടിലെത്തിയാണ്. ഈ പറഞ്ഞ പോലെയാണ് ഓടിയിട്ടുള്ളത്. ബാക്കി നാളെയാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം ഒന്ന് കുളിക്കണം, ഭക്ഷണം കഴിക്കുക, വീണ്ടും കിടക്കുക. രാവിലെ ഒന്ന് എണീക്കുന്നു, രാവിലെ ചെറിയ എഡിറ്റ് ചെയ്യുന്നു. എൻ്റെ ദിവസം ഇങ്ങനെ റൊട്ടേറ്റ് ആവും കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ മറ്റേ ഈ പുലി പതുങ്ങുന്ന പോലെ പതുങ്ങുകയാണ് ഇപ്പോൾ. നമ്മളൊരു കുതിച്ചാട്ടുണ്ട്. അടുത്ത യാത്ര ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാവുന്നതിനെ എഴുതാൻ ഒക്കെ നോക്കാം നമുക്ക്.